കിട്ടിയോ? യെസ്. ഹരീഷ എങ്ങനെ നമ്മൾ നോക്കിയെന്ന് കിട്ടിയല്ലേ? തുറന്നു വിടുവോ? അതന്നെ, തുറന്നു വിടാലോ. ഇത് വരാലല്ലേ? വരാല് ഒരു 1 കിലോ ഉണ്ടാവൂലേ? പിന്നെ 1 കിലോ ഉണ്ട്. 1 കിലോ കുറയില്ല. സാധാരണ വരാൽ നമ്മൾ എന്താ കറി ആണോ അല്ലെങ്കിൽ വരാല് നമ്മൾ സാധാരണ വാഴയിലെ പൊള്ളിക്കും. പിന്നെ ഉപ്പേരി കട്ടിങ് എന്ന് പറയും. റൗണ്ട് കട്ട് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്യും. പക്ഷെ മെയിനായിട്ട് നമ്മൾ കോട്ടയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വരാല് നമുക്ക് കറി വെക്കാം. നമുക്ക് വരാല് ചട്ടിക്കറി വെക്കാം. അപ്പം ചാമ്പട്ടെ ആര് കൊടുക്കണ്ടേ? ഒരാൾ ചട്ടിക്കറി. ചട്ടിക്കറി അവനത് ക്ലീൻ ചെയ്തിപ്പോൾ അത് റെഡിയാക്കി സെറ്റ്. അപ്പം ഇതാണ് നമ്മുടെ കള്ള് ഷാപ്പ്. സ്വർഗത്തിലെ പാഴ്സൽ റെഡിയായോ? അതേ റെഡി ആയിട്ടുണ്ട്. ഗംഭീര ആംബിയൻസ് ആട്ടോ. കാരണം നോക്കുമ്പോൾ ഈ ഭാഗത്തൊരു ചെറിയ പാറക്കുളമര കുളം, അതിൽ ലൈവായിട്ട് നമുക്ക് മീൻ പിടിക്കാം. തൊട്ട് ഉള്ളിലും അതുപോലെ തന്നെ ചെറിയ ടാങ്ക് പോലെ കെട്ടി മീൻ വളർത്തുന്നുണ്ട്. പിന്നെ കോഴി, അതുപോലെ തന്നെ മുയൽ, അതുപോലെ കുറേ ഐറ്റംസ് എല്ലാം ലൈവ് പരിപാടിയാണ്. നമുക്ക് കോഴിയിറച്ചി എന്ന് പറഞ്ഞാൽ വിജേഷേട്ടൻ ഒരു കോഴിനെ പിടിക്കും, സൈസാക്കും, സെറ്റ് ചെയ്യും, കൊണ്ടുതരും. വിജേഷേട്ടാ, ഇതെന്ത് തെക്കിനി, സ്വർഗം, നിലവറ, തമ്പ്? അത് നമ്മൾ വെറുതെ ഒരു ഭംഗിക്ക് ഇട്ടതാണ്. ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെന്ന് വെച്ച്. സ്വർഗം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവരും മരിച്ചു കഴിഞ്ഞല്ലേ പോകുന്നത്. അപ്പോൾ പാറാമറ്റത്ത് വന്നാൽ സ്വർഗത്തിൽ പോകാൻ ഒന്ന് പോയിട്ട് തെക്കിലും പോവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റൊരു ടാങ്ക്. ഒരു ടാങ്ക് ഇവിടെ ഉണ്ട്, ആ ടാങ്കും ഉണ്ട്. ഇതും വരാല്ലേ വിജേഷിട്ടാ? അതെ. അത് നമ്മൾ കുട്ടനാട് സൈഡിൽ നിന്ന് നമ്മൾ അവിടെ പോയി ഡയറക്റ്റ് പിടിക്കുന്നവരുടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇടുന്ന. ഞാനും എൻ്റെ വൈഫും അമ്മ, എൻ്റെ പെങ്ങള്, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഒരു ടീമായിട്ടാണ് പോകുന്നത്. അതാണല്ലേ? അതിൽ പിന്നെ പൈസ പുറത്തു കൊടുക്കണ്ട. ഇല്ല. പിന്നെ ഇതിൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നില്ല? ഇതിൽ നമുക്ക് മഴക്കാലത്ത് നമുക്ക് വെള്ളച്ചാട്ടമുണ്ട്. ജൂൺ ജൂലൈ ആ ടൈമില്ല മഴയത്ത്. ആ സമയത്ത് നമുക്ക് ഒരു വെറൈറ്റിയാണ്. ചേട്ടാ എന്താ കഴിക്കാനുള്ള? കപ്പ, പൊറോട്ട, ചപ്പാത്തി, ചേമ്പ്, കാച്ചിൽ, പിന്നെ കറി താറാവ്, മപ്പാസ്, നാടൻ കോഴി, ചെമ്മീൻ, കൂന്തൽ, ഞണ്ട്, മുയൽ, പോർക്ക്, ബീഫ്, മീൻകറി, ഒഴുവൽ വറുത്തത്, പള്ളത്തി വറുത്തത്, കായൽ നങ്ക്, ഒക്ടോബസ്. ഇതൊരു വ്യൂ പോയിന്റ് ആട്ടോ. ഒരു 19 സ്റ്റെപ്പ് കയറണം മുകളിലേക്ക്. നമ്മളെ ചെറിയ ഫാം ഹൗസ് അല്ലേ? അതെ. അല്ല ഇവന്മാരൊന്നും ഇറക്കി വിട്ടാൽ പോവില്ലേ? ഇല്ല, അത് പോവില്ല. കുറച്ച് കോഴി നമ്മുടെ അകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാരണം പോകത്തില്ല. അപ്പം പുറത്ത് പോകത്തില്ല, അകത്ത് കിടക്കുകയാണ്. ഇത് കരിങ്കോഴി, നമുക്ക് കോഴിക്കറിയുണ്ട്. കരിങ്കോഴി പെരട്ട്, നാടൻ കോഴി കറി. അത് നമ്മൾ ഓർഡർ വരുന്ന അനുസരിച്ച്, ഈ മുയലാണേലും ഇതാണേലും നമ്മൾ ഓർഡർ വരുന്ന അനുസരിച്ച് കട്ട് ചെയ്ത് അപ്പം പിന്നെ ബീഫ്, പോർക്ക്, എല്ലാ ഐറ്റം ഉണ്ട്. നമുക്ക് സീ ഫുഡ് തന്നെ ഒരുപാട് ഐറ്റം ഉണ്ട്. നമുക്ക് എല്ലാ സീ ഫുഡും ഉണ്ടാവും. ഒരുപാട് എല്ലാ സീ ഫുഡും ഉണ്ടാവും. ഇതിപ്പം അവർ കൊല്ലത്തുനിന്ന് വന്നതാണിത്. ഇത് മുരിങ്ങയാണ്, കടൽ മുരിങ്ങയിറച്ചി എന്ന് പറയും. ഓയിസ്റ്റർ ഇല്ലേ? ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യും. പിന്നെ ഞണ്ട് റോസ്റ്റും ഉണ്ട്, ഫ്രൈയും ഉണ്ട്. ഇത് ഭൂമിയിലെ സ്വർഗം. ഒരു 10 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. തൊട്ടിപ്പുറത്ത് തെക്കിനി, അതുപോലെ തന്നെ 8 പേർക്ക് ഇരിക്കാം. ഇത് നിലവറ അത്യാവശ്യം ഭയങ്കര സൗകര്യമുണ്ട്. കാരണം 3, 6, 12 പേർക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ ഈ ഭാഗത്തും ഇരിക്കാം. ഒരു 10-15 പേരൊക്കെ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ഇരിക്കാൻ പറ്റിയ സൗകര്യം. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ. താറാവ്, മപ്പാസ്, ചേട്ടൻ മട്ടൺ അല്ല കേട്ടോ, മട്ടൺ ലിവർ, പിന്നെ കപ്പ. ഇതെന്ത് മീൻ മുട്ടയോ? മീൻ മുട്ട. ഈ വറ്റ എന്ന് ഇവിടെ വറ്റ എന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ ചേട്ടാ പറഞ്ഞ നമ്മൾ പാര എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മീനിൻ്റെ മുട്ട. പിന്നെ ബീഫ് റിബ്സ് അല്ലത്, പോർക്ക് റിബ്സ്. അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. 10-30 ഐറ്റംസ് ഉണ്ട്. അപ്പം പ്രോപ്പർ സ്ഥലം പറയുകയാണെങ്കിൽ പാമ്പാടി വരുവാണെങ്കിൽ പാറാമറ്റം വന്നാൽ തണ്ണീർപ്പന്തൽ ഷാപ്പ് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും.
അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ തൽക്കാലം വേണ്ടിയാണ്. ബൈ.